BJP യുവ നേതാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. കണ്ടന്റ് ക്രിയേറ്റർ വേദലക്ഷ്മി, പ്രമുഖ ഫാഷൻ ഡിസൈനർ അഭിൽദേവ് എന്നിവരാണ് പരാതി നൽകിയത്. അഭിൽദേവിന് 45 ലക്ഷം രൂപയാണ് നഷ്ടമായത്. സൗഹൃദത്തിന്റെ പേരിലാണ് പലപ്പോഴായി പണം നൽകിയതെന്നും തിരികെ ചോദിച്ചപ്പോൾ പാർട്ടി ബന്ധം ചൂണ്ടിക്കാണിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇരുവരും റിപ്പോർട്ടറിനോട് പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴി നൽകാൻ പോലും റോബിൻ തയ്യാറായില്ല. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് വിഷയത്തിൽ ഇടപെട്ടുവെന്നും റോബിന് സമയം കൊടുക്കണമെന്നാവശ്യപ്പെട്ടെന്നും പ്രതികരണം. റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾ പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട് എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെ ഉള്ളൊരു വ്യത്യസ്തമായൊരു നെറേറ്റീവ് പറയാൻ തുടങ്ങി. കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ സുരേഷ് സാറിനെ പോയി കാണുന്നു. ഈ എല്ലാ എവിഡൻസും സുരേഷ് സാറിന് അവിടെ പോയിട്ട് കാണുന്നു. അദ്ദേഹത്തിന് കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ഒരു സ്ത്രീത്വത്തിന് അപമാനം കാണിച്ചത്, അതിൻ്റെ വോയിസുകളെല്ലാം നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. സുരേഷ് സാറിന് കാര്യം മനസ്സിലാവും. ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. റോബിൻ പണം വാങ്ങിയെന്നും തിരികെ നൽകാമെന്നും പലപ്പോഴായി സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണും. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് അഭിപ്രായമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അഭിപ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലേജാണ്. ഇന്ന് December 30, 2025 ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അഭിപ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,000 രൂപ ഇനി അഭിപ്രോന് കൊടുക്കാറുണ്ട്. ഞാൻ ഈ വരുന്ന January 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓൺ ഓർ ബിഫോർ January 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,70,000 രൂപ അഭിപ്രോന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, January 31, 2026 നമ്മൾ അക്കൗണ്ട് ത്രൂ ബൈ ഹാൻഡ് ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാ, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരാണ്. ഒരു സെറ്റിൽമെന്റ് ഡീല് പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. നമ്മുടെ സ്വന്തം അഭിപ്രായമാണ്. ഇന്ന് April 28, 2026 അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, അഭിപ്രോവിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടാകും. ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അത് നമ്മളൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിൻ്റെ 5 ലക്ഷം രൂപ വന്നിട്ട് May 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ May 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതിപ്പോൾ സംസാരിച്ച് ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ ഇത് 20 എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന. റോബിനുള്ളത് പറയാനുള്ളത് പറയാം. അപ്പോൾ 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്കുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിർമ്മിക്കും. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സുവിധ അഭിപ്രായമാണ്. ഇന്ന് May 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന May 28 5 ലക്ഷം രൂപ, June 5 ബാലൻസ് 5 ലക്ഷം രൂപ, June 10 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം June 15
25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനുവേണ്ടി ഒരു എന്താ പറയുക, എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചുരുക്കത്തിൽ പണം വാങ്ങി എന്നുള്ളത് റോബിൻ രാധാകൃഷ്ണൻ ഈ വീഡിയോയിലൂടെ സമ്മതിക്കുന്നുണ്ട്. തിരികെ നൽകാമെന്നും പലപ്പോഴായി സമ്മതിക്കുന്നുണ്ട്. 3 കാലാവധി പറഞ്ഞു. ആ 3 കാലാവധിയിലും പണം തിരിച്ചു കൊടുത്തില്ല. 45 ലക്ഷത്തോളം രൂപ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത്. നിതിൻ സേവ്യറുണ്ട്. നിതിൻ സേവ്യർ പണം വാങ്ങിയില്ല എന്നിനി ഈ റോബിൻ എന്ന് പറയാൻ കഴിയില്ല. പണം വാങ്ങിയെന്ന് റോബിൻ തന്നെ സമ്മതിക്കുന്നുണ്ട് 3 സമയങ്ങളിലായിട്ടെടുത്ത വീഡിയോകളിൽ. അപ്പോൾ ഇപ്പോൾ റോബിൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ പാർട്ടി ബന്ധമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണോ പണം തിരികെ ചോദിക്കുമ്പോൾ? അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് ഡോക്ടർ അരുൺകുമാർ. അതായത് തുടക്കത്തിൽ ഇവർ തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടായിരുന്നവരാണ്. ഈ വേദലക്ഷ്മിയും റോബിൻ രാധാകൃഷ്ണൻ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വേദലക്ഷ്മി കണ്ടന്റ് ക്രിയേറ്ററാണ്. ഒപ്പം തന്നെ അഭിൽ ദേവ് ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറാണ്. കേരള ഫാഷൻ ലീഗിന്റെ സ്ഥാപകൻ കൂടിയാണ്. അങ്ങനെ വളരെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്, വളരെ സുഹൃത്തുക്കളായിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ ഈ റോബിൻ പല ആവശ്യങ്ങൾക്കായി ഇവരുടെ കയ്യിൽ നിന്നും ചെറിയ തുകകൾ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അത് കൃത്യമായി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ വലിയ വിശ്വാസം വാങ്ങുന്നു. അങ്ങനെ പിന്നീടാണ് വലിയ തോതിൽ ഇവരുടെ കയ്യിൽ നിന്നും പല ആവശ്യങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങുന്നത്. പക്ഷേ പൈസ തിരികെ നൽകാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെയാണ് ഇവർ വീണ്ടും പൈസ ചോദിച്ച് റോബിൻ അരികിലേക്ക് എത്തുന്നത്. അപ്പോൾ പലപ്പോഴും പല അവധി പറയുന്നു, പിന്നീട് തരാമെന്ന് പറയുന്നു, സാമ്പത്തിക പ്രശ്നത്തിലാണ്, ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ ഇവരോട് പറയുന്നു. അങ്ങനെയാണ് ഇവർ സമയം നീട്ടി നിൽക്കുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പൈസ കിട്ടാത്തൊരവസ്ഥയായതോടെയാണ് അവർ ലീഗലി മൂവ് ചെയ്യാം. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ വേദലക്ഷ്മി പരാതി നൽകിയിട്ടുണ്ട്. അതായത് സാമ്പത്തിക തട്ടിപ്പിനൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അസഭ്യം പറഞ്ഞതും, അതായത് പൈസ ചോദിച്ചെത്തിയപ്പോൾ പിന്നീട് വളരെയധികം ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് റോബിൻ രാധാകൃഷ്ണന്റെ സംഭാഷണം പോയി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിലൊന്നും തന്നെ റോബിൻ രാധാകൃഷ്ണൻ പോലീസിന് മുമ്പിൽ മൊഴി നൽകാൻ പോലും ഹാജരാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ ഇയാൾ BJP-യിലേക്ക് എത്തുന്നു. BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പാർട്ടിയിൽ സംസാരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് വരും, അതിൽ നിന്ന് നിങ്ങളുടെ പണം തരാമെന്ന് പറയുന്നു. അങ്ങനെ വരാതായപ്പോഴാണ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S. സുരേഷിനെ നേരിട്ട് ഇവർ ചെന്ന് കാണുന്നത്. അങ്ങനെ കണ്ടപ്പോൾ S. സുരേഷ് ഇവരോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഒരു പരാതി നൽകിയാൽ ഇപ്പോൾ റോബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കുറച്ചുകൂടി സമയം അയാൾക്ക് നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ S. സുരേഷ് പറഞ്ഞത് പ്രകാരമാണ് കുറച്ചുകൂടി സമയം നൽകുന്നത്. പിന്നെയും പണം ലഭിക്കുന്നില്ല, വിവിധ അവധികൾ പറയുന്നു. അങ്ങനെ ഒടുവിൽ വീണ്ടും പണം ചോദിച്ച് കിട്ടാതായപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേദലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇത് പുറത്തു പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പുറത്തുവിടുന്നു. അങ്ങനെയാണ് പിന്നീട് റോബിൻ രാധാകൃഷ്ണൻ ഭീഷണിയിലേക്ക് പോകുന്നത്, നിങ്ങളെ തീർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഈ പണം നഷ്ടപ്പെട്ടവർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് സമാനമായ അനുഭവം ഉണ്ടായതായും ഇവർ പറയുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ദൃശ്യങ്ങളെല്ലാം പണം കൊടുത്തവരുടെ പക്കൽ ഭദ്രമാണ്. അപ്പോൾ ഇനി റോബിൻ രാധാകൃഷ്ണൻ ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീരും. പക്ഷേ അതിനിടയിൽ പാർട്ടി ബന്ധമുണ്ട്, തീർത്ത് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അങ്ങനെയൊക്കെ പറയാമോ? ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ, ഇത് പഴയ കാലമൊന്നും